2016 JNUവിലെ ഒരു വിദ്യാർത്ഥിയായിരിക്കെ പട്ടാമ്പിയിലെത്തുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും രണ്ടാമത്തെ തവണയും 2021 പട്ടാമ്പിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തുകയും ചെയ്ത മുഹമ്മദ് മോസിൻ മൂന്നാം അംഗത്തിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളും കേരളത്തിൽ നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് പട്ടാമ്പിയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ്. സ്വാഗതം ശ്രീ മുഹമ്മദ് മോസിൻ ഈ പരിപാടിയിലേക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഒരു വേള മൂന്നാമത്തെ ടേം, 2 ടേം മത്സരിച്ചവർക്ക് മൂന്നാമത്തെ സാധ്യത ഇല്ല എന്നടക്കം പറഞ്ഞു കേട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് താങ്കളുടെ പാർട്ടി താങ്കളെ തന്നെ സ്ഥാനാർത്ഥിയായി പട്ടാമ്പിയിൽ നിശ്ചയിക്കുന്നത്. ഒരു പക്ഷേ ഇതിനിടയ്ക്കാണ് ഏറ്റവും നല്ല നിയമസഭാ സാമാജികനുള്ള പുരസ്കാരവും താങ്കളെ തേടിയെത്തുന്നത്. ഈ സമയത്ത് ആ ഒരു മൂന്നാം ടേം അനുവദിച്ച് കിട്ടിയതിൽ അഭിമാനം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരവും പട്ടാമ്പിയിലെ ജനങ്ങൾ തന്ന അംഗീകാരവുമാണ് എനിക്ക് മൂന്നാമതും മത്സരിക്കാനുള്ള ഒരു അവസരം പാർട്ടി തന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു അഭിമാനബോധം എനിക്കുണ്ട്. സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ടേമിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ വലിയൊരു അനുഭവ പരിചയം, വലിയ തയ്യാറെടുപ്പുകൾ അതൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. 1000 കോടിയുടെ വികസനം എന്ന ലക്ഷ്യം വെച്ചാണ് ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് താങ്കൾ ഈ പ്രാവശ്യം ജനങ്ങളെ നേടുന്നത്. പക്ഷേ ഈ 1000 കോടിയുടെ വികസനം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് വലിയൊരു എമൗണ്ട്, വലിയൊരു തുക ഇത്രയും ചെലവഴിച്ചു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം വരും. ഒന്ന് ചുരുക്കി വിശദീകരിച്ചാൽ, അതിനൊന്ന് ചുരുക്കിയാൽ ഏത് രീതിയിലാണ് കുറച്ചും കൂടി ജനങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തുന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും? വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ 1000 കോടി എന്നുള്ള കണക്ക് മാത്രമല്ല, നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ചെയ്ത വികസനങ്ങളുടെ മാപ്പ് നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. അതായത് നമുക്കത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. കാരണം ഞാൻ MLA ആയി വരുന്ന സമയത്ത് പട്ടാമ്പി മണ്ഡലത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതികൾ ഒന്നും തന്നെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാ പഞ്ചായത്തിലും സമഗ്ര കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുകയും അതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചിലതൊക്കെ തന്നെ 90% മുതൽ 100% പൂർത്തീകരിക്കുകയും ചെയ്തു. ചിലത് 80%, 70% ആയിട്ടിരിക്കുന്നു. കുടിവെള്ളം മാത്രമല്ല, 3 തടയണകൾ ഈ കാലയളവിലാണ് വരുന്നത്. ഫ്ലൈ ഓവറുകൾക്ക് ഫണ്ട് വരുന്ന ഈ കാലയളവിലാണ്. പട്ടാമ്പി പാലത്തിന് ഫണ്ട് വരുന്നത് ഈ കാലയളവിലാണ്. പട്ടാമ്പിയിലെ 20ലധികം വരുന്ന PWD റോഡുകൾ BMNBC നിലവാരത്തിൽ റബ്ബറൈസ് ചെയ്യുന്നത് ഈ കാലത്താണ്. കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് പൂട്ടിപ്പോകാൻ പോയ സ്കൂളുകളുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ. നമ്മുടെ പട്ടാമ്പി GMLP സ്കൂള് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആലിക്കപ്പറമ്പ് സ്കൂളടക്കമുള്ള സ്കൂളുകൾ, ആ സ്കൂളൊക്കെ ഇന്ന് ഒരു സ്കൂളും പട്ടാമ്പിയിൽ പൂട്ടാനില്ല. ആ സ്കൂളുകളൊക്കെ മികച്ച സൗകര്യങ്ങളായി. പട്ടാമ്പി കോളേജിൽ വലിയ മാറ്റം ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വികസനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് കിഫ്ബിയുടെ 8 കോടി വീണ്ടും വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇങ്ങനെ പട്ടാമ്പി മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും വികസനം വന്നൊരു കാലഘട്ടം ഇതിനു മുമ്പില്ല. അപ്പോൾ പട്ടാമ്പിയെ ഒരു പുനർനിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൗൺ നവീകരണങ്ങൾ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ കാലത്തും പെരുന്നാളാവുന്ന സമയത്ത്, ഇന്നിപ്പോൾ നമ്മൾ പെരുന്നാളിനാണ് ഈ സംസാരിക്കുന്നത്, എല്ലാ പെരുന്നാളിൻ്റെ തലേദിവസവും നമ്മൾ പട്ടാമ്പിയിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ടൗണിൽ വലിയ ഗതാഗത കുരുക്കാണ്. ഇപ്രാവശ്യം ഈ 15-16 ദിവസമായിട്ട് ആ വാർത്ത ഞാൻ കേൾക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധി വരെ പരിഹാരമായിട്ടുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. അതിനപ്പുറത്ത് ഒരുപാട് വ്യാപാരികളും അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണേഴ്സും കയ്യേറ്റം ഇല്ലാതിരുന്നിട്ടും അവരുടെ സ്ഥലം വിട്ടു തന്ന് റോഡ് വീതി കൂട്ടാനുള്ള അവസരം തന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി വീതി കൂടി ആ റോഡ് ഉണ്ടാവുന്ന സമയത്ത് ഗതാഗതക്കുരുക്ക് കുറഞ്ഞിട്ടുണ്ട്. കൊപ്പത്തും വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കും, മഴ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വെള്ളം വന്ന് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തത് സ്ഥിരമായിരുന്നു. ടൗൺ നവീകരണത്തിൻ്റെ ഭാഗമായി അതും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട്. അതേസമയത്ത് അതിനപ്പുറത്തുള്ള ഇമ്പാക്റ്റുകൾ ജനങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മേഖല ഏതായിരുന്നു കഴിഞ്ഞ മനസ്സിൽ? ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിനാണോ? നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതായത് വിദ്യാഭ്യാസം, കുടിവെള്ളം, വാഹന നമ്മുടെ യാത്രക്ക് വേണ്ട റോഡുകൾ, ഇങ്ങനെ തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾക്ക് എല്ലാറ്റിനും ഒരേപോലെ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിന് ഒരു പൊടിക്ക് ഫോക്കസ് കൂടുതൽ കൊടുക്കാൻ കാരണം പാതി വഴിയിൽ പഠനം നിർത്തി തിരിച്ച് പഠിക്കാൻ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്.
എല്ലാം നഷ്ടപ്പെട്ടു, ഇനി വിദ്യാഭ്യാസം ഞാൻ 8ാം ക്ലാസ്സിൽ പഠനം നിർത്തി, എനിക്ക് എവിടെ തുടങ്ങണം എന്നറിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ സ്റ്റക്കായി പോകുന്ന ആളുകൾ അവർക്ക് തുടങ്ങാനും, അതുപോലെ ഇനി ആരും സ്റ്റക്കായി പോകരുത്, പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിനുള്ള സൗകര്യം സ്കൂളിൽ ഉണ്ടാവണം, എന്നാലേ തലമുറകൾ മെച്ചപ്പെടുള്ളൂ. അപ്പോൾ അതിനൊരു പ്രയോറിറ്റി വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി ഇപ്പോൾ പട്ടാമ്പി ടൗൺ നവീകരണം താങ്കൾ സൂചിപ്പിച്ചു. പക്ഷെ അതിലിപ്പോഴും അത് നമ്മളതിൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ അതേ ആ ഒരു ഫുൾ സിംഗിലേക്ക് ഈ പട്ടാമ്പി ടൗൺ നവീകരണം എത്തിയിട്ടില്ല. അതിനൊരു ഇപ്പോൾ നേരത്തെ താങ്കൾ എതിർ സ്ഥാനാർത്ഥിയൊക്കെ ഒരു വിമർശനം ആയിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, എതിർ സ്ഥാനാർത്ഥിയുടെ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നില്ല. കാരണം നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരുന്നിട്ട് ഈ പറഞ്ഞ ടൗൺ നവീകരണത്തിൻ്റെ കൂടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ്. പക്ഷെ അതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാതെ ബാക്കിൽ നിന്നിട്ട് ഇതിന് എങ്ങനെ തടസ്സം നിൽക്കാം എന്ന് നോക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ഇപ്പം അത് പറയേണ്ട സമയമല്ല. പക്ഷെ ടൗൺ നവീകരണം എന്ന് പറഞ്ഞാൽ വെറും റോഡ് പഴയ പോലെ വീതി അതേ വീതിയിൽ അങ്ങോട്ട് ചെയ്ത് തീർക്കുകയല്ല. റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി BC ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അവിടെയുള്ളൊരു തടസ്സം എന്ന് പറയുന്നത് കയ്യേറ്റം ഒഴിപ്പിക്കലും ആളുകൾ സ്ഥലം വിട്ടു തരലും ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നടക്കുന്നതല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, എത്രയോ വ്യാപാരികളും കെട്ടിട ഉടമകളും എൻ്റെ സ്ഥലം എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് താഴെ പട്ടാമ്പിയിൽ ഇത് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും ചെയ്യാതെ റോഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 3 ദിവസം കൊണ്ട് റോഡ് ചെയ്യാനും എനിക്കറിയാം, അത് ചെയ്യിപ്പിക്കാനും അറിയാം. അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് ടൗണ് നന്നാവണമെന്ന്. ഇപ്പം എത്രയോ പഴക്കമുള്ള ബിൽഡിങ്ങുകൾ ഇപ്പോഴും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് കേസിന് പോയിട്ടുണ്ട്. ആ കേസിൻ്റെ ഭാഗമായി കയ്യേറ്റം ഒഴിപ്പിക്കലിന് സ്റ്റേ ഉണ്ട്. സ്റ്റേ ഉണ്ടാവുന്ന സമയത്ത് സാധാരണ വർക്ക് നിർത്തിപ്പോകാറാണ്. സ്റ്റേ ഉണ്ടായിട്ടും പണി പരമാവധി നടത്തി മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റിയുടെയാണ് കുടിവെള്ളം, മുനിസിപ്പാലിറ്റിയാണ് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്. പലപ്പോഴും ഇപ്പോൾ വർക്ക് മുന്നോട്ട് പോകുമ്പോൾ ടൗൺ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് അത് ശരിക്ക് ഒരു വർക്കിൽ ഉൾപ്പെടുത്തിയെങ്കിലും 2 വർക്കാണ്. അതായത് ടൗണ് വീതി കൂട്ടി കട്ട വിരിച്ച ആളുകൾക്കുള്ള നടപ്പാത ഉണ്ടാക്കുന്നു, അതുപോലെ പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു, ബസ് ബേകൾ ഉണ്ടാക്കണം, അതോടൊപ്പം അനുബന്ധ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനെ ഇതെല്ലാം കൂടെ നടക്കുന്നത് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജാണ്. ആ സ്റ്റേജിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. ആ സൗകര്യങ്ങൾ ശരിക്കും നഗരസഭയാണ് ഒരുക്കി തരേണ്ടത്. നമ്മൾ സമ്മർദ്ദങ്ങളെ എല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ടാണ് ഒരാൾക്കും വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സമയമാണ് എടുക്കുന്നത്, അതല്ലാതെ വേറൊന്നുമല്ല. അപ്പം നിങ്ങളൊരു ബിൽഡിംഗ് ഓണറാണെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ കുറച്ച് വീതി കുറവാണെങ്കിൽ ഞാൻ നാളെ കൊണ്ടുപോയിട്ട് JCB ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പം നിങ്ങളോട് സംസാരിച്ചിട്ട് സമ്മതിച്ചാലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കയ്യേറ്റമാണെങ്കിൽ അത് ഒഴിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കയ്യേറ്റം അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു വെച്ചാൽ നിങ്ങൾ കോടതിയിൽ പോകും. കോടതി പറഞ്ഞാൽ അത് കേൾക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇപ്പം ടൗണിൽ വരുമ്പോഴല്ല ഈ വാടനാംകുറിശി മേൽപ്പാലത്തിൻ്റെ ഒരു അവസ്ഥ. വാടനാംകുറിശി മേൽപ്പാലം ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ ട്രാഫിക്കബിൾ ആവുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. അത് വൈകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം റെയിൽവേ ആണ് അതിൻ്റെ നടുവിലുള്ളത്. ഈ റെയിൽവേയുടെ ഭാഗം നമുക്ക് നിലവിൽ ചെയ്യുന്ന കരാറുകാരല്ല ചെയ്യേണ്ടത്. അത് റെയിൽവേ സെപ്പറേറ്റ് ടെൻഡർ ചെയ്താണ് ചെയ്യുക. അന്ന് വർക്ക് തുടങ്ങിയ സമയത്ത് ഏതാണ്ട് 2 വർഷത്തോളം റെയിൽവേ അത് ചെയ്യാതെ ഡിലേ ആക്കി. നമ്മൾ നിരന്തരമായി റെയിൽവേയെ ബന്ധപ്പെട്ടു, അത് ചെയ്തില്ല. അങ്ങനെ റെയിൽവേ ഡിലേ ആക്കുകയും പിന്നീട് ഒരുപാട് ബന്ധപ്പെട്ടാണ് റെയിൽവേ അത് ചെയ്തത്. അപ്പോഴേക്കിന് 2 ഇയർ 3 ഇയർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ റെയിൽവേ അത് പൂർത്തീകരിച്ചപ്പോഴാണ് ബാക്കി ഭാഗം ഈ കമ്പനി 2 ഭാഗം ചെയ്ത് തീർത്തത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ റേറ്റിൻ്റെ വ്യത്യാസം, അന്നത്തെ റേറ്റാണ് ഉണ്ടായത്. റെയിൽവേയുടെ ഇത് ചെയ്ത് തീർക്കാതെ മറ്റവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടുണ്ടായൊരു കാലതാമസം കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ കമ്പനി വർക്ക് കുറച്ച് സ്പീഡ് കുറച്ചു. എങ്കിലും നമ്മൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് ആ പഴയ റേറ്റിൽ തന്നെ അത് ചെയ്ത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേഗത്തിൽ തന്നെ ഇനി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കും. പിന്നെ ആക്ഷേപം പറയുന്നവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതിനു മുമ്പ് 15 കൊല്ലം UDF ഭരിക്കുമ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ ഒരു ഫ്ലൈ ഓവർ പോലും സ്വപ്നം കാണാൻ ആളുകൾക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് 3 ഫ്ലൈ ഓവറുകൾക്ക് ഫണ്ട് വെച്ചു. അതിൽ വാടനാംകുറിശി മാത്രമല്ല, വല്ലപ്പുഴയും ടെൻഡർ ചെയ്തു, ഊരാളുങ്കൽ സൊസൈറ്റി എടുത്തു. അതിൻ്റെ നിർമ്മാണം നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കൊടുമുണ്ടയിൽ സ്ഥലമേറ്റെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഫണ്ട് കൊടുക്കാനുള്ള ഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് വന്നു, കളക്ടറേറ്റിൽ എത്തി, ആളുകൾക്ക് നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ മണ്ഡലത്തിൽ ഇതിനു മുമ്പ് ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. പട്ടാമ്പി മണ്ഡലത്തിലൊന്നും വലിയ വലിയ ടൗണുകൾക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നു.
അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും താങ്കളുടെ വികസന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന കാര്യത്തിൽ സംശയമില്ല. അതെ, സംസ്ഥാന തലത്തിൽ 2ാം ടൈമാണ് പിണറായി സർക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ചർച്ചയാക്കേണ്ടത് പെൻഷൻ ആരാണ് കൃത്യമായി കൊടുക്കാറ്. നമ്മുടെ 62 ലക്ഷം, അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം കൂടെ കിട്ടുമ്പോൾ 8 ലക്ഷത്തിൻ്റെ വേറെ ആളുകളെയും കൂട്ടിയാൽ 68 ലക്ഷം ആളുകൾ, പ്രായമായ ആളുകളുണ്ട്, വിധവകളുണ്ട്. അവർക്കൊക്കെ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നത് ആരാണ് എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്നത്, അതായത് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇതല്ല, അവരെ സംരക്ഷിക്കുകയാണ്, അവരോടുള്ള കരുതലാണ്. അത് ഈ സർക്കാരിനുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖല. ഞാൻ പറഞ്ഞല്ലോ 2016 മുമ്പ് ഒരു സർക്കാർ സ്കൂളും മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പോൾ വാടനാംകുറിശി സ്കൂൾ മാത്രം എടുത്തോളൂ, 5 കെട്ടിടങ്ങളാണ് വാടനാംകുറിശി. നമ്മുടെ ജനതാ സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ 8 കോടിയുടെ 3 കെട്ടിടങ്ങളാണ് വന്നത്. ഇങ്ങനെ കെട്ടിടങ്ങൾ വന്ന കാലഘട്ടം ഉണ്ടായിട്ടില്ല. കെട്ടിടം വരിക എന്ന് പറയുമ്പോൾ വെറുതെ കെട്ടിടം ഇല്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. കെട്ടിടം വന്നാലേ മാന്യമായി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമ്പോഴേ അവരുടെ ജീവിതം മെച്ചപ്പെടുകയുള്ളൂ, അവർക്കൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. ആ കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ സ്കൂളുകൾ നവീകരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്കൂളുകളും നവീകരിച്ചൊരു കാലമാണ്. സ്കൂള് മാത്രമല്ല, ആശുപത്രികളിൽ വന്ന മാറ്റം, മാത്രമല്ല റോഡുകളിൽ വന്ന മാറ്റം. ഇപ്പം നാഷണൽ ഹൈവേ അടക്കമുള്ള മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കിഫ്ബി ഫണ്ട് വഴിയാണ്. ഈ കിഫ്ബിയെ കുറ്റം പറഞ്ഞവർ പലരുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കിഫ്ബി 1 ലക്ഷം കോടിയിലധികം വരുന്ന തുക ഇവിടെ ചെലവഴിച്ചുകൊണ്ട് വൻ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം, 2ാം പിണറായി സർക്കാരിൽ ആരോഗ്യ മേഖലയ്ക്കെതിരായിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങൾ വന്നു. അതുപോലെ തന്നെ BJPയുമായി PM ശ്രീ പദ്ധതി അടക്കമുള്ള ഡീലുണ്ടെന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ വന്നു. അതുപോലെ തന്നെ നിരവധി അഴിമതി ആരോപണങ്ങൾ വന്നു. പിന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ശബരിമല വിഷയം, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ശബരിമല വിഷയം, ഇതൊക്കെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെതിരായിട്ട് പ്രവർത്തിക്കും. അല്ല, ഈ വിഷയങ്ങളിലൊക്കെയുള്ള യാഥാർത്ഥ്യം എന്താണ്? ശബരിമല കൃത്യമായി അന്വേഷിക്കുകയാണ്. സാധാരണ നമ്മൾ പറയാറ് സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കണം എന്നാണ് നമ്മൾ പറയാറ്. കോടതിയുടെ നിരീക്ഷണത്തിൽ വളരെ കൃത്യമായി അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ശബരിമലയിൽ ഒരു തുണ്ട് സ്വർണമല്ല എന്തെങ്കിലും കട്ടവരുണ്ടെങ്കിൽ അവരെ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ശബരിമലയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വികസനം വന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശബരിമല പാക്കേജ് ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന കാലം എന്ന് പറയുന്നത് ഈ കാലമാണ്, ഇടതുപക്ഷ കാലമാണ്. അതിൽ ഗവൺമെൻറ് കൃത്യമായ നിലപാടെടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ഈ പറഞ്ഞ വിശ്വാസത്തെയാണ് ഇവരെന്തിനു ഉപയോഗിക്കുന്നത്? സർക്കാരിനെ എതിർക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു തന്ത്രമാണ്, വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, PM ശ്രീ പദ്ധതി കേരളത്തിൽ ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറി. എന്നാൽ ഈ PM ശ്രീയിൽ നിലപാടെടുക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ എല്ലാം തന്നെ PM ശ്രീ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. നമുക്കൊരു നിലപാടുണ്ടാകുമ്പോൾ ഈ ആരോപണം പറയുന്നവർ കൃത്യമായി അവരുടെ പാർട്ടിയിൽ ഈ PM ശ്രീ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയണ്ടേ? അവർ നടപ്പിലാക്കുന്ന നാടുകളുമായിട്ട് കേരളത്തിനൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മറ്റൊന്നുമല്ല, കേരളത്തിൽ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്നത് പോലെ സിലബസ്, ചരിത്രം തിരുത്തിയിട്ടുള്ള സിലബസ് നടപ്പിലാക്കുന്നില്ല. നമ്മുടെ പാഠപുസ്തകങ്ങൾ തിരുത്തിയപ്പോൾ വെട്ടിമാറ്റിയ പാഠപുസ്തകം ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കുന്ന ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. പിന്നെ എങ്ങനെയാണ് ആക്ഷേപം പറയാം? പിന്നെ SIR പറഞ്ഞിരുന്നു. അപ്പോൾ SIRന്റെ നടപടി പൂർത്തീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞു SIR പൂർത്തീകരിച്ചു എന്ന്. അർഹതപ്പെട്ട ആരെങ്കിലും അതിൽ നിന്ന് ഒഴിവായോ? നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ എടുക്കുക. SIRൽ അതിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ചപ്പോൾ അതിൽ അർഹതപ്പെട്ടവർ കൃത്യമായ ഡോക്യുമെൻ്റ് കാണിച്ച് മുന്നോട്ട് പോയപ്പോൾ അർഹതപ്പെട്ട ഏതൊക്കെ ആളുകളെയാണ് ഒഴിവാക്കിയത്? പക്ഷേ ഇത് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വലിയ തെരഞ്ഞെടുപ്പ്, പക്ഷേ ആളുകൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു ആ തെരഞ്ഞെടുപ്പിനൊക്കെ ഉപയോഗിച്ചതല്ല വസ്തുത. SIR പൂർത്തീകരിച്ചപ്പോൾ അർഹതപ്പെട്ട ഒരാൾ. പിന്നെ ഒരു കാര്യം കൂടി, അഴിമതിയുടെ കാര്യം പറഞ്ഞു. എത്രയോ അഴിമതി ആരോപണങ്ങൾ പറഞ്ഞു, പക്ഷെ നാളിതുവരെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി തെളിയിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അതും ഒരു വസ്തുതയാണ്.
പക്ഷേ ഇതൊക്കെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പിന്നെ അത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷം മാത്രമല്ല മാധ്യമങ്ങൾ, ഇത് എനിക്ക് തോന്നുന്നത് UDF വേണ്ടിയല്ല, സത്യത്തിൽ ഭാവിയിൽ BJP വരുന്നതിന് വേണ്ടി വലിയ വൻകിട കോർപ്പറേറ്റ് മാധ്യമങ്ങളെ വിലക്ക് വാങ്ങുന്ന തരത്തിൽ, ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ അത്രയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വിലക്ക് വാങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മതം വെച്ചിട്ടുള്ള ആരോപണം ചർച്ച ചെയ്യപ്പെടും. പക്ഷെ അത് ഇടതുപക്ഷത്തെ ബാധിക്കില്ല. ഇല്ല, അത് ജനങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനുഷ്യരല്ലേ, അവര് ജീവിക്കുന്ന അവരുടെ ജീവൽ പ്രശ്നങ്ങൾ തന്നെയാണ് പരിഹരിക്കേണ്ടത്. വിദ്യാഭ്യാസം, നേരത്തെ പറഞ്ഞു ക്ഷേമ പെൻഷനുകളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഈ ക്ഷേമ പെൻഷനുകൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ പട്ടാമ്പി മണ്ഡലത്തെ തന്നെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ CPI ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തിയുള്ള വെളയൂര്, മുതുതല, അതുപോലെ തന്നെ പട്ടാമ്പി നഗരസഭാ ഭരണം, ഇതൊക്കെ വലിയ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നഷ്ടപ്പെടുകയുണ്ടായി. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറ്റേൺ വ്യത്യസ്തമാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് ഒരു ഭയക്കേണ്ട അല്ലെങ്കിൽ ഒരു ചിന്തിക്കേണ്ട സാഹചര്യം ഇല്ലേ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മണ്ഡലത്തിലടക്കം 2012 വോട്ടർ പട്ടിക എടുത്തുകൊണ്ടാണ് ആളുകൾ വീട്ടിൽ ഓരോ വീട്ടിലും പോയിട്ട് SIR ഇതാ നടപ്പിലാക്കുന്നു, നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നൊന്നും പറഞ്ഞില്ല, നിങ്ങൾ പൗരത്വം കൂടി പോവും എന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ ഭയപ്പെടുത്തിയിരുന്നത്. ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷന് പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വികസനം ചർച്ച ചെയ്തിട്ടേ ഇല്ല, വികസനമേ ചർച്ച ചെയ്തിട്ടില്ല. അപ്പം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വികസന പ്രശ്നങ്ങളിൽ ആളുകൾ വലിയ തരത്തിലുള്ള നിരാശ ആളുകൾക്ക് വരുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും അവതാളത്തിലായിട്ടുണ്ട്. മാലിന്യ സംസ്കരണ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി മാറിയപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ സംഭവം SIR പൂർത്തീകരിച്ചപ്പോൾ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തിരിച്ചറിവുണ്ടായ ആളുകൾക്ക് മനസ്സിലാവും. മറ്റൊന്ന്, പട്ടാമ്പി മണ്ഡലത്തിൻ്റെ കാര്യം. പട്ടാമ്പി മണ്ഡലത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ LDF പ്രവർത്തകർ മാത്രമല്ല, പട്ടാമ്പി മണ്ഡലത്തിലെ UDF നിരവധി കുടുംബങ്ങൾ, അതിൽ എല്ലാ പാർട്ടിയിലുള്ള ആളുകൾ, BJP കുടുംബങ്ങൾ പലരും എനിക്ക് വോട്ട് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണെന്നുള്ളത് അവരെ ഞാൻ കാണിച്ചിട്ടുണ്ട് വളരെ തുറന്ന മനസ്സോടുകൂടി. എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വിവാദങ്ങളിലല്ല. നമ്മളെ നാട് ഒരു ആവശ്യം, ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം, എങ്ങനെ ആയിരിക്കണം ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ, ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ നാട്, ആ സ്വപ്നം കണ്ടതിലേക്ക് എങ്ങനെ എത്തിക്കാൻ, അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെ ഇടണം. അതുകൊണ്ടാണ് നമ്മൾ പല പദ്ധതികളും, ചിലപ്പോൾ ആക്ഷേപങ്ങളൊക്കെ കേൾക്കും, പക്ഷേ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ ആ അൾട്ടിമേറ്റ് റിസൾട്ട് ആണ് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാറ്. അതാണ് നമ്മൾ ആ ജനങ്ങൾ എൻ്റെ കൂടെ, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, അവരെൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ്. സ്വാഭാവികം താങ്കളുടെ എതിരാളി എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷങ്ങൾ തോളോട് തോൾ ചേർന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും മറന്നേക്കി പുറത്തു വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നഗരസഭാ ചെയർമാൻ ആയിരുന്ന TP ഷാജിയാണ് എതിരാളി. സ്വാഭാവികമായിട്ട് UDF ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ 5 മണ്ഡലങ്ങളാണ് നിർണായകമായിട്ട് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ വൈകിയത്. അതിലൊന്ന് പട്ടാമ്പിയാണ്. അത് UDF ചില പടലപ്പിടക്കങ്ങളും കാര്യം. എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥിയെ നോക്കിക്കാണുന്നത്? ഞാൻ തുടക്കത്തിൽ തന്നെ 2016 മുതൽ, ഇപ്പോൾ ഞാൻ അതിനോട് അനുബന്ധമായി ചോദിക്കാനുള്ള മറ്റൊരു കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇടതുമുന്നണിയുമായി നഗരസഭാ ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇടതുമുന്നണിയായി ബന്ധം വിച്ഛേദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് മുഹ്സിനാണ്, MLA ആയിരുന്ന താങ്കളാണ് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതെപ്പോഴാണ് ഉന്നയിച്ച്? ഞങ്ങൾക്ക് തന്നൊരു ഇൻ്റർവ്യൂവിലാണ്. അതല്ലേ, ഇതിനു മുമ്പ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ നഗരസഭയിൽ നിന്ന് ഭരണം മാറി അപ്പുറത്ത് നിന്ന് മത്സരിക്കുമ്പോഴും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും എൻ്റെ പേര് പറയാതെ ഇപ്പം എൻ്റെ പേര് പറയുന്നതിൻ്റെ അർത്ഥം എനിക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, എൻ്റെ എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് ഞാൻ നോക്കാറില്ല. അവർ മനുഷ്യരാണല്ലോ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ നോക്കിയിട്ടില്ല, ഈ തെരഞ്ഞെടുപ്പിലും നോക്കില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കുക, ഞാൻ എന്താണ് അത് തുറന്ന് ജനങ്ങളുടെ മുമ്പിൽ വെക്കുക. എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നമ്മൾ നോക്കാറേ ഇല്ല, ഡസൻ മാറ്റർ. പിന്നെ എനിക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്ന അത് ഇതാണ്, ഇപ്പം ഞാൻ കാരണമാണ് മാറിയത് എന്നൊക്കെ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട്, എനിക്ക് നിയമസഭാ സീറ്റ് തരുന്ന അത് UDF ആണെങ്കിൽ UDF അല്ല,
LDF ആണെങ്കിൽ LDF അങ്ങോട്ട് പോകുന്നുള്ള ഒരു ഇന്റർവ്യൂവിൽ നേരത്തെ പറയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഓരോരുത്തരുടെ നിലപാടുകൾ ഒരു നിരന്തരമായി അവർ പറയുന്ന നിലപാടുകൾ നോക്കിയാൽ മതി. എനിക്കൊരു നിലപാടേ ഉള്ളൂ. ഞാനത് വളരെ കൃത്യമായിട്ട് പറയും. എനിക്ക് പല നിലപാടൊന്നുമില്ല, പല സമയത്തും പല നിലപാടില്ല. തുടക്കത്തിൽ 2016 നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്നല്ല, എൻ്റെ വികസന കാഴ്ചപ്പാടും എൻ്റെ ആശയം. പക്ഷെ അങ്ങനെ തീർത്തു പറയുമ്പോൾ അദ്ദേഹം UDFന്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. UDF LDF തമ്മിലാണ് പട്ടാമ്പിയിൽ മത്സരം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അത് വിലയിരുത്തപ്പെടില്ല. ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ 5 വർഷം വരെ താങ്കളുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് താങ്കളും തുറന്നു പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഇന്നുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ശരിക്ക് നഗരസഭാ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കളുമായി? നിങ്ങൾ ഒരു പട്ടാമ്പിയിലുള്ള ഒരാളാണല്ലോ, നിങ്ങൾ പട്ടാമ്പിയിലുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഒരാളോടും വ്യക്തിപരമായിട്ട് വ്യക്തി വൈരാഗ്യമോ ദേഷ്യമോ വെക്കുന്ന ആളല്ല. അപ്പോൾ എൻ്റെ കുടുംബം നിങ്ങൾക്കറിയുന്ന കുടുംബമാണ്. എൻ്റെ വല്യപ്പ അടക്കമുള്ള എല്ലാവരും സമൂഹത്തിൽ പ്രവർത്തിച്ച് മനസ്സിലൊക്കെ നിങ്ങൾക്കറിയാം പ്രവർത്തിച്ച ആളുകളാണ്. ഒരിക്കലും തന്നെ മറ്റുള്ള വ്യക്തികളോട് വൈരാഗ്യമോ വിദ്വേഷമോ വെക്കരുതെന്നാണ് ഞാൻ കുടുംബത്തിൽ നിന്നും പഠിച്ചിട്ടുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിലും പഠിച്ചിട്ടുള്ളത്. എൻ്റെ പൊളിറ്റിക്സും അതാണ്. അതുകൊണ്ട് എനിക്കൊരു വ്യക്തിപരമായിട്ട് ആരോടും എതിർപ്പുമില്ല, അങ്ങനൊരു എതിർപ്പ് ഉണ്ടായിട്ടുമില്ല. പിന്നെ ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞാൻ വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന, തുറന്ന് നിലപാടെടുക്കുന്ന ആളുകൾ ആണ് എനിക്കിഷ്ടം. ഉള്ളിലൊന്നും പുറത്തൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൊന്നും നിൽക്കാറുമില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നിൽക്കാറില്ല. ഇതാണ് ഇപ്പോൾ എനിക്ക് പറയുന്നത്. പിന്നെ 1-2 വിഷയങ്ങളിൽ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വിഷയം ഞാൻ പറയാം. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം, പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയിൽ ഒരു ശ്മശാനം ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു ശ്മശാനം യാഥാർത്ഥ്യമാക്കുന്നതിന് അന്നത്തെ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിയും ഞാനും ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനുശേഷം കളക്ടർ ഹിയറിങ്ങിന് വെക്കുകയും ആ ഹിയറിങ് കാരണം പലതരത്തിലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ആ ഹിയറിങ് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നടത്തി. പിന്നീട് ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ MLA ഫണ്ട് വെച്ചു. MLA ഫണ്ട് വെച്ച് ഇത് വളരെ ജനകീയമായിട്ടുള്ള പട്ടാമ്പിയിലെ ജനങ്ങളുടെ വളരെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ് ഒരു ശ്മശാനം എന്ന് പറയുന്നത്. അതിന് ഫണ്ട് വെച്ചു. MLA ഫണ്ട് വെക്കുകയാണെന്ന് കണ്ടപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇദ്ദേഹം പിറ്റേ ദിവസം MP-യുടെ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് MP-യുടെ ഫണ്ട് വന്നു എന്ന് പറഞ്ഞു. MP-യുടെ ഫണ്ട് ഉണ്ടെങ്കിൽ MLA ഫണ്ട് അത്യാവശ്യം വരുന്ന കെട്ടിടത്തിന് കൊടുക്കാം, മെഷീനും മറ്റുള്ള സാധനത്തിനൊക്കെ സംവിധാനങ്ങൾക്കൊക്കെ MP-യുടെ ഫണ്ട് ആയിക്കഴിഞ്ഞാൽ സംഗതി നടക്കും. നമുക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വികസനത്തിന് രാഷ്ട്രീയമല്ല. അപ്പോൾ അത് വന്നോട്ടെ എന്ന് കരുതി. പക്ഷേ സത്യത്തിൽ MP-യുടെ ഫണ്ട് ഉണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ MLA ഫണ്ട് പൂർത്തീകരിച്ച് കെട്ടിടവും സൗകര്യമായി. അവിടെ ഈ ക്രെമറ്റോറിയത്തിന് വേണ്ട അടിസ്ഥാന കാര്യമായിട്ടുള്ള ഇതിൻ്റെ ഗ്യാസ് ചേമ്പറും അനുബന്ധ സൗകര്യങ്ങളും അങ്ങനെയുള്ള മിഷനറീസ് വേണം. അതിന് ഫണ്ട് ഉണ്ടായില്ല. അപ്പോൾ ആ ഫണ്ട് വീണ്ടും ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. MLA ഫണ്ട് വീണ്ടും കൊടുത്തു. അത് കൊടുത്തപ്പോഴേക്കിന് നമ്മുടെ നഗരസഭാ ഭരണസമിതി മാറി. ഇപ്പോൾ അത് പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് എന്ന് വേണമെങ്കിലും തുറന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് പരമാവധി ഡിലേ ആക്കി ഇത് നടക്കരുത് എന്ന് ആഗ്രഹിക്കുക. കൂടെ നിന്നിട്ട് പട്ടാമ്പിയിലെ ശ്മശാനം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അത് നമ്മൾ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പലരോടും വാക്ക് പറഞ്ഞിരിക്കുകയാണ് നടക്കരുതെന്ന്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പട്ടാമ്പി റോഡ് പണി ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കയ്യേറ്റം ഒഴിപ്പിക്കൽ അനുബന്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ അല്ലാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് വേറെ തരത്തിൽ പറഞ്ഞ് ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പീഡിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിറകിൽ വന്നിട്ട് ഇത് ഡിലേ ആക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും. പിന്നെ നമ്മുടെ റവന്യൂ ടവർ അത് വളരെ വേഗത്തിൽ നമുക്ക് നിർമ്മാണം ആരംഭിക്കേണ്ടതായിരുന്നു. അത് നിർമ്മാണം ആരംഭിക്കുന്ന സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരോട്, കാരണം നമ്മൾ അറിയാത്ത പല കമ്മ്യൂണിക്കേഷനും വരികയും അത് ഡിലേ ആക്കാനുള്ള ശ്രമങ്ങളും നടത്തി. ഇങ്ങനെ 2-3 കാര്യങ്ങൾ എൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആ കാര്യങ്ങളിൽ മൈൻഡ് ചെയ്യാതെ നടത്തിയെടുക്കാനുള്ള പണി ഞാൻ ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞതുപോലുള്ള ഒരു പ്രശ്നങ്ങളും ആരോടും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തോടും ഉണ്ടായിട്ടില്ല.
തീർച്ചയായിട്ടും നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. യാതൊരു തരത്തിലുള്ള പിന്നെ മറ്റുള്ള വിദ്വേഷം ഒന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം ലീഗിന് പട്ടാമ്പി കൊടുക്കണം കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു ആലോചനയൊക്കെ UDF നടന്നിരുന്നു. ചില സീറ്റുകൾ വെച്ചു മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പോൾ അവസാനം കോൺഗ്രസിൽ തന്നെ സീറ്റിന് വേണ്ടിയിട്ട് പല ആളുകളും കടിപിടി കൂടുന്നു. ആ ഒരു സീറ്റ് സംസ്കാരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ മുസ്ലിം ലീഗിന് ആണ് ഈ സീറ്റ് ലഭിച്ചിരുന്നത്, കുറച്ചുകൂടി ടഫായിരുന്നു മത്സരം എന്നൊരു അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. UDFലെ 2 ഘടക കക്ഷികളാണ് മുസ്ലിം ലീഗും കോൺഗ്രസും. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര കാര്യമെന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അഭിപ്രായം പറയാനോ ആളല്ല. പിന്നെ എന്തായാലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ, അത് ആരാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഇപ്പോഴല്ലേ വ്യക്തമായത്. അപ്പോൾ നമുക്ക് UDFന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്നുള്ളതേ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റ് കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് വിലയിരുത്തിയിട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് UDFന്റെ വലിയൊരു വോട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം വ്യക്തിപരമായിട്ടുള്ള ബന്ധം, ആ സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് UDFന്റെയും LDFന്റെ വോട്ട് സ്വാഭാവികമായിട്ടും കിട്ടും. UDFന്റെ വോട്ടുണ്ട്. BJP പ്രവർത്തകരിൽ അവരുടെ കുടുംബങ്ങളുടെ വോട്ട് പലപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. കാരണം സ്കൂളുകളിൽ വന്ന മാറ്റം ഈ പല വികസന പ്രവർത്തനങ്ങളുടെയും പ്രയോജകരായതുകൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന പോസിറ്റീവായിട്ടുള്ളൊരു ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇടപെടാറില്ല, അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദ് മുഹസിൻ സ്ഥാനാർത്ഥിത്വത്തിന് വരുന്നതിന് മുമ്പ് താങ്കളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മോസിൻ്റെ പേര് വെട്ടിമാറ്റി എന്നുള്ള രീതിയിലൊക്കെ ഒരു ചർച്ച വന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റി പിന്നീട് അംഗീകരിച്ചു എന്നുള്ള രീതിയിൽ. സ്വാഭാവികമായിട്ടും ഈ പട്ടാമ്പിയിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ളത് താങ്കൾ CPIയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് നിയമസഭയിലേക്ക് പോയത്. പക്ഷെ താങ്കൾക്ക് ആ സമയത്തും പാർട്ടിയിൽ നിന്നുള്ള പിന്തുണയേക്കാൾ ഉപരി CPMൻ്റെ ഒരു കരുതലും അവരൊരു ചേർത്ത് പിടിക്കലുമാണ് താങ്കൾക്ക് കൂടുതലായിട്ട് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടതും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. എങ്ങനെയാണ് ആ ഒരു പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് ഒരു പക്ഷേ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടാവുക. പക്ഷേ സംസ്ഥാന തലത്തിൽ പിണറായി ആയിട്ടൊക്കെയുള്ള ഒരു ബന്ധം, ബിനോയ് വിശ്വമായിട്ടൊക്കെയുള്ള ഒരു ബന്ധമാണ് സ്ഥാനാർത്ഥിത്വത്തിന് കൂടുതൽ എളുപ്പമാക്കിയത് എന്നുള്ള രീതിയിലൊരു സംസാരവുമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സംസാരത്തിൽ? അല്ല, സത്യം പറഞ്ഞാൽ അതിലെന്താ വെച്ചാൽ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനൊരു പേര് പോയില്ല എന്ന് പറയുന്നത് തെറ്റായ വാർത്തയാണ്. ശരിക്കും പേര് പോയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും കമ്മിറ്റികൾ ചർച്ച ചെയ്യുമ്പോൾ ഒരാളെ പേര് മാത്രം പറയില്ല. പിന്നെ എല്ലാ കാലത്തും ഒരാൾ മാത്രം മത്സരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി നയമല്ല. മറ്റുള്ളവർക്കും അവസരം കൊടുക്കണമല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ പേരും വരും. അപ്പോൾ പരമാവധി 3 ടേമാണ് മത്സരിക്കാൻ പറ്റുക. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജയിച്ചാലും തോറ്റാലും ഇത് ലാസ്റ്റാണ്. അല്ലേ, എൻ്റെ പാർട്ടിയുടെ ഒരു നയം വെച്ചിട്ട് ഇത് ലാസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരാൾ വരേണ്ടി വരും. അത് 2 ടേം കഴിഞ്ഞിട്ട് വേണോ 3 ടേം കഴിഞ്ഞിട്ട് വേണോ എന്നുള്ള ചർച്ചയാണ് സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ടാവുക. അതിൽ എൻ്റെ പേരുണ്ടായിരുന്നു, മറ്റു പലരുടെ പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത് സംസ്ഥാന കമ്മിറ്റിയാണ് അതിൽ നിന്ന് ഒരാളെ പേര് തിരഞ്ഞെടുക്കുക. അപ്പോൾ വെട്ടിമാറ്റുന്ന പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഈ ചർച്ച വരുമ്പോൾ കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അങ്ങനെ മറ്റുള്ളവരുടെ പേര് കൂടി കൊടുക്കും. അതൊരു രീതിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. പിന്നെ നേതാക്കൾ പറഞ്ഞാൽ എല്ലാവരോടും നല്ല നിലക്ക് തന്നെയാണ് നിൽക്കാറുള്ളത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് നമ്മൾ നന്നായിട്ട് ചെയ്യുക, അത് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ CPMൻ്റെ ഒരു കരുതലും ചേർത്ത് പിടിക്കലും ഒക്കെ വലിയൊരു നേട്ടമായിട്ട് താങ്കൾക്ക് തോന്നുന്നു? അല്ല, നമ്മളൊരു മുന്നണിയാണ്. ഒരു മുന്നണിയാകുമ്പോൾ CPMഉം CPIയും ഒക്കെ ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ അണികളും പ്രവർത്തകരും കൂടുതലാണ്. പഞ്ചായത്ത് മെമ്പർമാരാണെങ്കിലും പ്രസിഡന്റുമാരാണെങ്കിലും അങ്ങനെ മറ്റു പ്രദേശങ്ങളിലാണെങ്കിലും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ആവശ്യങ്ങളുമായിട്ട് വരുമ്പോഴും പരിപാടിയിലൊക്കെ വരുമ്പോൾ ആളുകൾ എണ്ണം കൂടുതലായതുകൊണ്ട് നമുക്ക് കാണുന്നതാണ്. നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ച് ഒന്നായി ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പോകുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു ഈ 10 വർഷത്തിലുള്ള ഏറ്റവും സന്തോഷം തോന്നിയ ഒരു അനുഭവം എന്താ? എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ബഡ്സ് സ്കൂളുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിൽ സൗകര്യങ്ങൾ ചെയ്ത് 1-2 കുട്ടികൾ അവരെ വീട്ടിൽ മാത്രം ഇരുന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത കുട്ടികളായിരുന്നു. ആ കുട്ടികൾ ബഡ്സ് സ്കൂളുകൾ വന്നതിന് ശേഷം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ നമ്മളെ ചെന്ന് കഴിഞ്ഞാൽ അവർ പാട്ട് കാണിക്കും, അവർ പാട്ട് പാടുന്നത് കാണിക്കും, അവർ ഇപ്പോൾ പിയാനോ വായിക്കുന്നത് കാണിക്കും, അല്ലെങ്കിൽ കീബോർഡ് വായിക്കുന്നത് കാണിക്കും, അതല്ലെങ്കിൽ
ഡ്രമ്മ് പിന്നെ ഇതാക്കുന്നത് കാണിക്കും, അങ്ങനെ ബാൻഡ് കാണിക്കും, അവരെന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് കാണിക്കും. ഇപ്പോൾ നമ്മൾ ചർക്ക നൂൽപ്പ് കുട്ടികൾ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നത് കാണിക്കും. അപ്പോൾ അവർ ചെയ്യുന്നത് നമ്മളെ കാണിച്ചിട്ട് അവരെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഈ കുട്ടികളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞല്ലോ എന്ന് കാണുമ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭൂതി തോന്നാറുണ്ട്. കാരണം അത് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ പല ചികിത്സാ സഹായങ്ങൾ, ഇപ്പോൾ 10 ലക്ഷത്തിലധികം വരുന്ന ചികിത്സാ സഹായത്തിന് ബി കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പെരുമുടിയൂർ, അതുപോലെ 5 ലക്ഷത്തിൻ്റെ ഒരു എണ്ണം, അങ്ങനെ ഞാനൊരു 10-11 കോടി രൂപ പട്ടാമ്പി മണ്ഡലത്തിൽ ചികിത്സാ സഹായത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റുള്ള ഫണ്ടുകളിൽ നിന്നൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ അത് കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ ഒരു സമാധാനം വലിയൊരു ആശ്വാസമായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ഇപ്പോൾ പല സ്കൂളുകളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ സൗകര്യം കുറഞ്ഞ സ്കൂളുകളായിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത്, പക്ഷേ നല്ല സൗകര്യങ്ങളായി മാറി. ഇപ്പോൾ GMLP സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്താ, നിങ്ങളൊന്ന് പഴയൊരു ഓർമ്മ ഉണ്ടല്ലോ, ആ ഒരു മാറ്റം. ഇതൊക്കെയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സന്തോഷത്തോടൊപ്പം സ്വാഭാവികമായിട്ടും ഏറ്റവും വിഷമം തോന്നിയ അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. വിഷമങ്ങൾ ഞാൻ സത്യം പറഞ്ഞ മനസ്സിലധികം സൂക്ഷിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അത് വല്ലാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അപകടമാണ്. നമ്മൾ തന്നെ ചിലപ്പോൾ വളരെ നെഗറ്റീവായി പോകും. അതുകൊണ്ട് വിഷമങ്ങൾ വരുമ്പോൾ ആ സമയത്ത് നല്ല വിഷമം. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, പക്ഷെ പുറമേ നിന്നുള്ളവരുടെ പ്രതികരണം, അങ്ങനെയുള്ള പ്രതികരണങ്ങളിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും സമയം ഇല്ല. ചില സമയത്ത് എന്താ വെച്ചാൽ ചില ആളുകൾ രാഷ്ട്രീയമായിട്ട് വിമർശിക്കുന്നതിന് പകരം വളരെ മോശമായിട്ട് ചില കാര്യങ്ങൾ പറയും, വ്യക്തിപരമായിട്ട് പറയും, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വ്യക്തിപരമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നും. ഞാൻ എൻ്റെ ലൈഫിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാൻ എൻ്റെ വല്യമ്മ എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച കാര്യമാണ്, മറ്റൊരാളുടെ ഇപ്പോൾ അന്യൻ്റെ ഹക്ക് നമ്മുടെ വയറ്റിൽ പെട്ടുകഴിഞ്ഞാൽ, അവരെ സമ്മതമില്ലാത്തൊരു സാധനം പെട്ടുകഴിഞ്ഞാൽ വലിയൊരു അപകടമാണെന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ എന്നെ വല്യമ്മ പഠിപ്പിച്ച. ഇപ്പോഴും ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. അനർഹമായിട്ട് പിന്നെ ഒരാളുടെ അവകാശപ്പെട്ട ഒരു ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ പെടരുത്, നമ്മുടെ കുട്ടികൾക്കും പെടരുത്. ഇപ്പോൾ ഒരു അനാഥമായ ഒരു കുട്ടിയോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു രോഗിയുടെയോ എന്തെങ്കിലും ഒന്ന് എൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും പെട്ടുകഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വളരെ ഡിസ്റ്റൻസിലാണ് നിൽക്കുക. പക്ഷെ എങ്കിലും ചില ആളുകൾ എങ്ങനെയെന്ന് പറഞ്ഞ ചില ആരോപണങ്ങൾ പറയും വെറുതെ ഫേസ്ബുക്കിലൊക്കെ. കാരണം അവർക്ക് നമ്മളെ വ്യക്തിപരമായിട്ട് അറിയാത്തതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് ദേഷ്യം വരും. ആളെ വീട്ടിലൊന്ന് പോയിട്ട് തെളിവുണ്ടോ എന്ന് ചോദിക്കാമെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ചെയ്യാത്ത കാര്യമായതുകൊണ്ട്. അങ്ങനെ അല്ലാതെ മറ്റു വിഷമങ്ങളെന്ന് പറഞ്ഞാൽ ചില ഇൻസിഡൻ്റൽ വിഷമങ്ങൾ ഉണ്ടാകും, കുറച്ച് കഴിഞ്ഞാൽ അത് സന്തോഷമായിട്ട് മാറും. വിഷമങ്ങളെക്കാൾ സന്തോഷമല്ലേ. ഈ സംസ്ഥാന തലത്തിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ LDFന് മൂന്നാം ടൈമിനുള്ള അവസരമാണ്. അപ്പോൾ UDF ഒക്കെ പറഞ്ഞത് VD സതീശൻ്റെ ഒക്കെ അഭിപ്രായപ്രകാരം UDFന് അധികാരത്തിൽ കയറ്റിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നാണ് VD സതീശൻ പ്രഖ്യാപിച്ചത്. എങ്ങനെയാണ് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയെ? ഞാനൊരു അപകടം മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ദേശീയ തലത്തിലാണെങ്കിലും ലോക തലത്തിലാണെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള കാലമാണ്. ഇപ്പോൾ ട്രംപിൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകളടക്കം ഇപ്പോൾ ഒരു ചെറിയൊരു ഭയത്തിലാണല്ലോ, അനിശ്ചിതത്വം ഉണ്ട്. ഇറാൻ്റെ ആക്രമണം എന്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ സേഫാണ്, പക്ഷെ എന്നാലും ഒരു ആശങ്ക എവിടേക്കോ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ദാരിദ്ര്യം കൂടുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, പട്ടിണി വർദ്ധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റീസും പല ഇഷ്യൂസും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ മണിപ്പൂരടക്കമുള്ള സ്ഥലങ്ങൾ ഒക്കെ കലാപങ്ങൾ, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ എണ്ണിയാൽ വളരെ കുറച്ച് സ്ഥലങ്ങളാണ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഭരണം നിലനിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വർഗീയ കലാപമില്ല. ഇപ്പോൾ പെൻഷനുണ്ട്, സ്കൂളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, എല്ലാം കൃത്യമായി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സ്റ്റേബിളായിട്ടുള്ള ഭരണമാണ്. ഇത് ഇൻസ്റ്റേബിൾ ആകുന്ന ഒരു ഭരണം പെട്ടെന്ന് മാറി ഒരു ഇൻസ്റ്റേബിൾ ആകുന്ന ഒരു അവസ്ഥ വന്നാൽ ചിലപ്പോൾ കേരളത്തിനെയും ഒരു താളം തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ തന്നെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഇതായി. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിമാർ മറ്റുള്ള സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി കുറച്ചും കൂടെ വർദ്ധിക്കാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഭരണ തുടർച്ചയ്ക്കുള്ളൊരു സാധ്യത ഉണ്ട്. ഈ സ്റ്റെബിലിറ്റി ജനങ്ങൾ മനസ്സിലാക്കുമല്ലോ. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭരണം മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു LDFന് അനുകൂലമാകാനാണ്
സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിലും ഒരു ചെറിയ രാഷ്ട്രീയ കാലാവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ UDF അതുപോലെ തന്നെ BJP മത്സര രംഗത്തുണ്ട്. അതോടൊപ്പം SDP തങ്ങളുടെ പഞ്ചായത്തിലാണ് SDP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നെ ചെറുതായിട്ടൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇത്തരം പിന്നെ സാമുദായിക സംഘടനകളുടെ ഒരു പിന്നെ പട്ടാമ്പി മണ്ഡലത്തിൽ സ്വാധീനമൊക്കെ എടുത്തു പരിശോധിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 2016 വോട്ട് തങ്ങൾക്ക് 10% വോട്ട് മറ്റുള്ള അപേക്ഷിച്ച് തങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ട്. വോട്ട് പിന്നെ കൂടുതൽ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മാക്സിമം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റു യാത്രകളും എല്ലാം ഒഴിവാക്കി മാക്സിമം ജനങ്ങളുടെ ഇടയിലായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പരമാവധി നിന്നിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് ആളുകൾ കൂടെ ഉണ്ടാവും എന്നാണ്. പ്രത്യേകിച്ച് അവർക്കറിയാം CPIയിൽ 3 ടേമാണ് പരമാവധി. അപ്പോൾ ഇത് ലാസ്റ്റാണ്. അപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതികൾ, പിന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ട പദ്ധതികൾ, അത് നടപ്പിലാക്കാനും ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച എന്തായാലും 3ാം ഘട്ടത്തിൽ താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടാവും. അതല്ലാതെ മറ്റെന്ത് വാഗ്ദാനങ്ങളാണ് ഈ പിന്നെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്? നമുക്ക് പട്ടാമ്പി മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുന്നത് മാത്രമല്ല, പട്ടാമ്പി മണ്ഡലത്തിലെ ജനങ്ങളുടെ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരാവശ്യപ്പെടുന്ന പദ്ധതികൾ അതുകൂടി നമുക്ക് നമ്മുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ടേമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടിസ്ഥാനപരമായി കുടിവെള്ളം, റോഡ്, അതുപോലെ തന്നെ പാലങ്ങൾ, ഇതിനെല്ലാം ഫണ്ട് വെച്ചു നിർമ്മാണം നടക്കുന്നു പല ഘട്ടങ്ങളിലായിട്ട്. പക്ഷേ അടിസ്ഥാന എല്ലാ കാര്യങ്ങളുമായി ഇപ്പോൾ പാർക്കുകൾ 2 തുടങ്ങി. നമ്മൾ ടൂറിസം സർക്യൂട്ട് ആയിട്ട് പട്ടാമ്പിയെ മാറ്റാനുള്ള ശ്രമങ്ങളിലാണ്. ഒരുപാട് പുരാതന ക്ഷേത്രങ്ങളടക്കമുള്ള പട്ടാമ്പിയുടെ സമ്പത്തുകൾ അതിനെയൊക്കെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒപ്പം തന്നെ തൊഴിൽ, നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ സംവിധാനം ചെറിയ രീതിയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു വ്യവസായ പാർക്ക് കുറച്ചും കൂടെ വിപുലമായിട്ട് നമ്മൾ പട്ടാമ്പിയിൽ വേണം. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്ക് തൊഴിലിനുള്ള ഇടം വേണം. പറ്റുകയാണെങ്കിൽ IT പാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കണം. നമ്മുടെ സ്കൂളുകളിൽ നിലവിൽ കെട്ടിടങ്ങളില്ലാത്ത സമയത്ത് നമുക്ക് കെട്ടിടങ്ങളാണ് ആവശ്യം. ഇപ്പോൾ കെട്ടിടങ്ങൾ വന്നു. കെട്ടിടങ്ങളുടെ കൂടെ നമുക്ക് എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറികളിലേക്ക് പടിപടിയായിട്ട് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്തിക്കണം. AC ഉള്ള ക്ലാസ് മുറി ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം റോബോട്ടിക് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ലാംഗ്വേജ് ലാബുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. കുട്ടികൾക്ക് പഠിക്കുമ്പോൾ തന്നെ ജോലി ലഭ്യമാകാനുള്ള ചില കാര്യങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. ഓൾറെഡി പല പദ്ധതികളുണ്ട്. അതിനെ കുറച്ചും കൂടെ വിപുലമാക്കുക, പ്രത്യേകിച്ച് സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ മണ്ഡലത്തിൽ ഈ പ്രായമായ ആളുകൾ വർദ്ധിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അവരുടെ ലൈഫ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ. പ്രായമായ ആളുകൾ വെറുതെ വീട്ടിലിരിക്കുക, എല്ലാവരും ഹാപ്പിയായി അവർക്കും കൂടി സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ആവിഷ്കരിക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് പദ്ധതികൾ. അപ്പോൾ അങ്ങനെ കുറച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിപുലമായിട്ട് സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങാനുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റർ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഗ്രൗണ്ടുകൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട ഓരോ പഞ്ചായത്തിലും നമ്മൾ തുടങ്ങുന്നത് ചെറിയ സ്റ്റേഡിയങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മിനി കളിക്കാനുള്ള സൗകര്യം എന്നുള്ള നിലക്ക് ടർഫ് പോലെ തന്നെ കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള വോളിബോൾ പോലെയുള്ള കളിക്കൊക്കെ പറ്റുന്ന സംവിധാനങ്ങൾ, കാരണം സ്ഥലമാണ് നമുക്ക് കിട്ടാത്തത്, അങ്ങനത്തെ സംവിധാനങ്ങൾ വേണം. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് നല്ല നിർദ്ദേശം. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇവിടുന്ന് പല വിദേശ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, ഭയങ്കര ടെക്നോക്രാറ്റ്സ് ഉണ്ട്, ബിസിനസ്സിൽ വലിയ വലിയ ഉന്നതിയിലെത്തിയ ആളുകളുണ്ട്. അവരൊക്കെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള പല നിർദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് മനോഹരമായ രീതിയിലേക്ക് നമ്മൾ ഈ തുടങ്ങി വെച്ച പദ്ധതികളെ ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.